മാത്രം. आपके बारे में ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സഹപ്രവർത്തകന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, ജനാധിപത്യ വിശ്വാസികൾ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മുടെ ആരാധ്യനായിട്ടുള്ള ഗുജറാത്തിന്റെ CM ശ്രീമാൻ ഭൂപേന്ദ്ര പട്ടേൽജി ഈ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഏറെ സന്തോഷമുണ്ട്. പാലക്കാട് പോലെ ഒരു നമ്മുടെ വികസനം എത്താത്തൊരു മണ്ഡലത്തിലേക്ക് ഗുജറാത്തിന്റെ CM വരുന്നു എന്ന് പറയുന്നത് വികസനം കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വൈബ്രന്റ് ഗുജറാത്തിന്റെ ഭാഗമായിട്ടും ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് പോയി. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ടവരും രഹസ്യമായിട്ടാണെങ്കിൽ പോലും ഗുജറാത്ത് കാണാനും ഗുജറാത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അവിടേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് നേതൃത്വം നൽകുന്ന ഗുജറാത്തിന്റെ അതിപ്രഗത്ഭമതിയായിട്ടുള്ള ഇപ്പോഴത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തോട് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ വരവിൽ നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള സ്വപ്നത്തെ പ്രാവർത്തികമാക്കാൻ, പൂവണിയിക്കാൻ, വിശ്വാസത്തെ വാക്കാക്കി മാറ്റാൻ നമ്മൾ എല്ലാവരും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ആരാധനായിട്ടുള്ള മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ സംസാരിക്കാനായിട്ട്, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ കേൾക്കാൻ അടുത്തേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. पालक्काड विधानसभा मत क्षेत्र के लोकप्रिय उम्मीदवार शोभा जी को बहुत बहुत शुभकामनाएं देता हूं। केरलम के माननीय वड़ा प्रधान श्री माननीय नरेंद्र भाई ने जब से गुजरात के मुख्यमंत्री के दौर से जो विकास की राजनीति शुरू की और आज सारे देश में सब राज्यों ने धीरे धीरे सब ने विकास की राजनीति को अपनाया है। लास्ट में आपने बिहार में भी देखा होगा, उन्होंने भी विकास की राजनीति को पकड़ के आगे चलना मंजूर किया। तो आप सभी लोग भी, केरल में भी सभी लोग विकास की राजनीति को तेजी से आगे बढ़ाने के लिए डबल इंजन सरकार माननीय नरेंद्र भाई मोदी की NDA सरकार के सभी उम्मीदवार को विजयी बनाइए। धन्यवाद। थैंक यू। पटेल जी चलिए ओके सर, थैंक यू। ठीक है। കണ്ണമണിയെ കയറിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് പറയാം. എല്ലാരും അവിടെ നമസ്തേ സാർ. ചേച്ചി പ്രചരണം ശക്തമാക്കി കൊണ്ടുപോകണം. അതിനിടയിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു ഡീൽ എന്ന രീതിയിലുള്ള LDF ചേർന്നുകൊണ്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. KC ഞങ്ങൾ പാലക്കാടിലെ മുഴുവൻ വോട്ടർമാരുമായി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി മുഴുവൻ വോട്ടർമാരും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകണം എന്നുള്ള അപേക്ഷയുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വോട്ടർമാർ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൽ കോൺഗ്രസ് ഉണ്ടാകില്ല, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല, ഒരു വ്യത്യാസവുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാ പാർട്ടിയിലെയും നല്ല മനുഷ്യർ, വികസനം ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യും എന്നുള്ളത് ശ്രീമാൻ VD സതീശന് ബോധ്യപ്പെട്ടു, ശ്രീമാൻ KC വേണുഗോപാലിനും ബോധ്യപ്പെട്ടു. പാലക്കാടിലെ BJP വിജയിക്കുമെന്ന് രണ്ടുപേർക്കും ഉറപ്പായി. അത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് മാത്രമേ ഉറപ്പില്ലാത്തതുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു ചോദ്യം ഞാൻ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
എന്തുകൊണ്ടാണ് 47 വർഷക്കാലം ഈ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MLA ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് പാലക്കാട് ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ എന്തിനാണ് നിങ്ങൾ ഒളിച്ചോടി പോകുന്നത്? അതായത് നിങ്ങളുടെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വികസനത്തിൽ നിന്നാണ്. വികസനം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. 47 വർഷക്കാലം പാലക്കാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് വികസനത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണവുമായിട്ട് ഈ കേരളത്തിന് മുന്നിൽ അവർ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രവുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് 47 വർഷം കോൺഗ്രസും 20 വർഷത്തിലധികം LDFും ഇവിടെ പ്രതിനിധീകരിച്ചിട്ടും പാലക്കാടിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് പരാജയമാണെങ്കിൽ ആ പരാജയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവര് പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ശോഭ നിയമസഭയിൽ പോയാൽ മതി. പാലക്കാട്ടുകാർക്ക് എല്ലാ 3 പാർട്ടിക്കും കൂടി ഒരാൾ മതി എന്നാണ് ഇപ്പൊ പാലക്കാട്ടിലെ അമ്മമാരും സഹോദരന്മാരും ഒക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ചെല്ലുകയാണ്. UDF വിജയിച്ച മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അത് കൃത്യമായിട്ട് സന്ദേശം നൽകലാണോ? അതായത് വികസനമാണ് ലക്ഷ്യമെന്നുള്ള അത്തരത്തിലൊരു കൃത്യമായ സന്ദേശം നൽകലാണോ? തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർ ഇന്നും ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. ജലസാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്, അത്യുഷ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒരുപക്ഷെ സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനേ പാടില്ലാത്തതുള്ളൂ, അല്ലെ? ഇപ്പോ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശോഭയ്ക്ക് ഏതാണ്ട് 50ഓളം വരുന്ന ആളുകൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ 50 കുളങ്ങൾ കുഴിക്കാൻ വേണ്ടി 5 സെന്റ് തരാമെന്ന് ഇങ്ങോട്ടേക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് 52ഓളം ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അവരുമായി ചർച്ച നടത്തുന്നത് ISROയുടെ ഡയറക്ടറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് സയന്റിഫിക്കായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് ഇവിടെ ഞങ്ങൾ ജലസംഭരണി എങ്ങനെ ഉയർത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ മറ്റൊരു ടീമുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സമഗ്രമായിട്ടുള്ള വികസനം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. മമ്മൂട്ടിനെ